അമ്മേ ഞാൻ ഇന്നലെ മോട്ടിവേഷൻ ക്ലാസ് ഇട്ടില്ലായിരുന്നോ? അത് നല്ല റീച്ച് ആയിട്ടുണ്ട്. അപ്പൊ കൊറേ കമന്റ് വന്നിട്ടുണ്ട്. ഞാൻ ഭാരതദേവതി അന്വേഷിച്ച് കുറെ പ്രാവശ്യം ചാടി. പക്ഷെ എനിക്ക് ഭാരതദേവതിനെ പിടിക്കാൻ പറ്റില്ല. അതിനു മുമ്പേ അത് മുമ്പോട്ട് തന്നെ മുകളിലോട്ട് പറന്നുപോയി. നല്ല രസമുണ്ട് കേട്ടോ. കുറെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു തോന്നുന്നു കേട്ടോ. പിന്നെ എങ്ങനെയുണ്ടാ കൂട്ടിയത്തെ ആ റോഡ് പണിയല്ല അവിടെ ചെളി ഉണ്ടോ? ഭയങ്കര മഴ കിട്ടിയല്ലേ? അയ്യോ ഭയങ്കര ചെളിയാമ്മേ, ഒന്നും പറയണ്ട. ഇനിയിപ്പോ ഭയങ്കര കാറ്റും മഴ ആയതുകൊണ്ട് കുറച്ച് ഫുള്ള് ചെളിയായിരിക്കും അവിടെ എല്ലാം. ഇന്ന് ഡ്രൈവ് സ്കൂൾ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എന്തോ വൈകുന്നേരം വന്നോ? ഈ വരുന്നതിന് മുമ്പ് വന്നല്ലേ? അമ്മ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണമായിരുന്നു. യൂട്യൂബ് ചാനൽ എന്തുവാ? മോട്ടിവേഷൻ ക്ലാസ് തുടങ്ങണമായിരുന്നു. മോട്ടിവേഷൻ ക്ലാസ്? ആകാശ് മോട്ടിവേഷൻ ക്ലാസ് നല്ല അല്ലേ? നല്ല. അപ്പൊ അത് പപ്പ എത്തിയില്ല. പപ്പ ഞാൻ കാര്യം പറയാൻ വേണ്ടി ഇരിക്കുവായിരുന്നു. ആകാശ് പറയുന്നു അവനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി, ആകാശ് മോട്ടിവേഷൻ ക്ലാസ്. പക്ഷെ അവൻ തുടങ്ങട്ടെ, അവന്റെ ആഗ്രഹമല്ലേ, അവൻ തുടങ്ങട്ടെ. അതായത് ഇതിനെ പറ്റിയിട്ട് ആദ്യമേ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയണം അല്ലേ? ഞാൻ പറയാം. എങ്ങനെയാണ് പറയേണ്ടത്? ഞാൻ പറയട്ടെ? ഞാൻ പറഞ്ഞു നോക്കാവേ. ഇങ്ങനെയാണ്. ഹലോ ഫ്രണ്ട്സ്, ഇതാ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു ഹലോ ഫ്രണ്ട്സ്, ഇതാ നിങ്ങൾക്കായി ഒരു പുതിയൊരു ചാനലുമായിട്ട് ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു. ആകാശ് മോട്ടിവേഷൻ ക്ലാസ്. എല്ലാവരും കാണണം, തീർച്ചയായിട്ടും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഇങ്ങനെ മതിയോ? ഞാൻ ഇങ്ങനെ പറയാം. അതായത് ഹലോ ഫ്രണ്ട്സ്, ഇതാ ഇതാ ഞങ്ങളുടെ യൂട്യൂബ് ചാനലുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നു, ആകാശ് മോട്ടിവേഷൻ ക്ലാസ്. ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളൊരു മോട്ടിവേഷൻ ക്ലാസ്സുമായി നിങ്ങളുടെ മുമ്പിൽ ഇനി നാളെ മുതൽ എത്തുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും ഇത് കാണുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പിന്നെ എങ്ങനെ പറയേണ്ടതാ? ഹലോ അല്ല ഹായ് ഫ്രണ്ട്സ്, ഇതാ ഒരു കിട്ടുന്നില്ല. എല്ലാവരും ഇഷ്ടപ്പെടണ്ടേ പറയാൻ? ഹലോ ഫ്രണ്ട്സ്, ഇതാ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു മോട്ടിവേഷൻ ക്ലാസ്സുമായി ആകാശ് എത്തുന്നു, ആകാശ് മോട്ടിവേഷൻ ക്ലാസ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വളരെയധികം പ്രതീക്ഷിക്കുന്നു. എല്ലാവരും കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ മുമ്പിൽ എന്നും വൈകുന്നേരങ്ങളിൽ ഒരു 10 മിനിറ്റ് ഈ മോട്ടിവേഷൻ ക്ലാസ്സിന് വേണ്ടി ചെലവഴിക്കുക. എന്നിട്ട് ഇപ്പം തന്നെ എടുത്ത് ഇട്ടാൻ തുടങ്ങിയാലോ? അത് നീ നല്ല ഇതൊക്കെ ആവണം. റെഡി ആയിട്ട് വരാം. ഹലോ ഫ്രണ്ട്സ്, ഇന്നു മുതൽ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഒരു മോട്ടിവേഷൻ ക്ലാസ്സുമായി എത്തുന്നു, ആകാശ് മോട്ടിവേഷൻ ക്ലാസ്. നിങ്ങളെല്ലാവരും ഈ ക്ലാസ് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവരും കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കണം എങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. എല്ലാവരുടെയും തലയ്ക്ക് മുകളിൽ കൂടെ ഒരു ദിവസം ഭാഗ്യദേവത പറക്കും. നിങ്ങൾ എല്ലാവരുടെയും സംശയമായിരിക്കും, ഭാഗ്യദേവത എപ്പോഴാണ് തലയ്ക്ക് മുകളിൽ കൂടെ പറക്കുന്നത്? അതായത് നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുക, അപ്പോൾ ഒരിക്കലും നമ്മൾ വിജയിക്കും. നമുക്ക് എത്ര തകർച്ചകൾ വന്നാലും നമുക്ക് അതിനെ വിജയകരമായി മാറ്റാം. അമ്മേ, ഞാൻ
മോട്ടിവേഷൻ ക്ലാസ് ഇട്ടില്ലായിരുന്നോ? അത് നല്ല റീച്ച് ആയിട്ടുണ്ട്. ആണോ? എന്തിനാ മൊബൈൽ കാണിച്ചേ? അപ്പൊ കൊറേ കമന്റ് വന്നിട്ടുണ്ട്. എടാ കൊറേ കമന്റ് ഉണ്ടല്ലോടാ, അതിനകത്ത് ഒരു കമന്റ് കേട്ടോ നീയാ. എന്നാ ഞാൻ ഭാരതദേവതി അന്വേഷിച്ച് കുറെ പ്രാവശ്യം ചാടി, പക്ഷെ എനിക്ക് ഭാരതദേവതനെ പിടിക്കാൻ പറ്റില്ല. അതിനു മുമ്പേ അത് മുമ്പോട്ട് തന്നെ മുകളിലോട്ട് പറന്നുപോയി. ഇത് നോട്ടടാ, നല്ല രസമുണ്ട് കേട്ടോടാ. കുറെ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു തോന്നുന്നു കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, ഇന്നലത്തെ ഞങ്ങളുടെ മോട്ടിവേഷൻ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് മനസ്സിലായി. അതിനകത്ത് ഒരുപാട് കമന്റ് വന്നിട്ടുണ്ട്. അതിലൊരു കമന്റാണ് ഞാൻ ഇപ്പോൾ പറയാം. ഞാൻ പല പ്രാവശ്യം ഭാരതദേവതനെ പിടിക്കാൻ വേണ്ടി പറന്നു നോക്കി, പക്ഷെ എനിക്ക് എത്തിയില്ല. ഞാൻ അടുത്തെത്തും തോറും അതിന്റെ ദൂരോട്ട് പറന്നുപോയി. എന്നിട്ട് ഞാൻ വളരെ നിരാശനായി. എനിക്ക് കിട്ടുമായിരിക്കുമല്ലേ എന്നാണ് കമന്റ് ഇട്ടിരിക്കുന്നത്. ഞാൻ പറയുന്നു, ഭാരതദേവത ഒരു ദിവസം നിങ്ങളുടെ മുമ്പിൽ വരും. എന്നിട്ട് ഭാരതദേവത നിങ്ങളുടെ കൺമുമ്പിൽ എത്തും. എന്നിട്ട് അതിൽ തൊടാൻ സാധിക്കുകയും ചെയ്യും. നിങ്ങളുടെ ജീവിതം മുമ്പോട്ട് പോകും. നിങ്ങളുടെ ജീവിതത്തിൽ വിജയിക്കുകയും ചെയ്യും. ഉന്നതങ്ങളിൽ എത്തുകയും ചെയ്യും.